ഗായകൻ സന്നിധാനന്ദനെ അധിക്ഷേപിച്ച് യുവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഉഷാകുമാരി എന്ന പ്രൊഫൈലിൽ നിന്നാണ് സന്നിധാനന്ദന്റെ കുടുംബചിത്രമടക്കം പങ്കുവച്ചുള്ള അധിക്ഷേപം. മുടി നീട്ടി വളർത്തിയതിന് ഗായകൻ വിധു പ്രതാപിനെതിരെയും പോസ്റ്റിൽ പരാമർശമുണ്ട്. അധിക്ഷേപം ഏറെ വേദനിപ്പിച്ചെന്ന് സന്നിധാനന്ദൻ 24-നോട് പറഞ്ഞു. ഇത് ഇങ്ങനെ പറയുമ്പോൾ പറയുന്നവരുടെ മനസ്സ് എന്തോരം അഴുക്കുള്ളതാണ്. ഞാൻ ക്ഷമിച്ചു, പക്ഷേ എനിക്ക് ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ടായി. പക്ഷേ എന്നെ പറഞ്ഞപ്പോൾ എനിക്ക് വേദനിച്ചില്ല. എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നവർക്കെതിരെ നമ്മൾ പറയണം. ഇത് സമൂഹത്തിൽ ഇത്ര ആൾക്കാരുടെ ഈ പ്രബുദ്ധത ഇല്ലായ്മ എന്ന് വേണം പറയാൻ. ഇതിനെ വെറുത്ത് അവർ ആത്മഹത്യ ചെയ്ത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവർ മാനസിക അസുഖം വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാനിങ്ങനെ പറയുന്നവർ ഇനി ആരെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പറയാൻ ഉദ്ദേശിക്കുന്നവരുടെ നാവ് വീണ്ടും അകത്തേക്ക് തന്നെ വലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. വിവരങ്ങളുമായി ചേരുന്നത് പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശാണ്. നിഖിൽ, ഈ പറയുന്നത് പോലെ പലതരത്തിലുള്ള കമൻറ്റുകൾ അതേത് രീതിയിലാണ് അത് കേൾക്കുന്നയാളെ അല്ലെങ്കിൽ ബാധിക്കുന്നയാളെ സ്വാധീനിക്കുന്നതെന്ന് അവർ തന്നെ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സന്നിധാനന്ദൻ പറയുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് അതുതന്നെയാണ്. ഈ ഉഷാകുമാരി എന്ന പ്രൊഫൈലിൽ നിന്നാണല്ലോ ഈ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. ഇയാളിനെ തിരിച്ചറിയാനായോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണ, സ്മിത, ഗുഡ് മോർണിംഗ്. ഈ പോസ്റ്റ് കണ്ട ഉടനെ വ്യക്തിപരമായ ഒരുപാട് വിഷമമുണ്ടായി. എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് സന്നിധാനന്ദൻ. എനിക്ക് വലിയ വിഷമമാണ് ഉണ്ടായത്. കാരണം സന്നിധാനന്ദൻ എങ്ങനെ വളർന്നു വന്നൊരു കലാകാരനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ വളർച്ചയും ഒക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ താഴെക്കടിയിൽ നിന്ന് ഉയർന്നു വന്നൊരു കലാകാരനാണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു മുടിയും താടിയും നീട്ടി വളർത്തി എന്നുള്ളത് കൊണ്ട് വളരെ അധിക്ഷേപപരമായിട്ടുള്ള ഒരു കമൻ്റാണ് ഫേസ്ബുക്കിൽ അവർ പങ്കുവെച്ചത്. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് ഈ ഉഷാകുമാരി എന്ന പ്രൊഫൈലിനെ അറിയുമോ എന്നാണ്. അദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരുന്നില്ല ഇത് ആരാണ് എന്നുള്ളത്. പക്ഷേ പർപ്പസ്ഫുള്ളി നിരന്തരം, അതായത് ഒരു പോസ്റ്റല്ല 2 പോസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് അവർ കുറിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അതിൽ സന്നിധാനന്ദനെ പരാമർശിക്കുന്നുണ്ട്, ഗായകൻ വിധു പ്രതാപിനെ പരാമർശിക്കുന്നുണ്ട്, നമ്മുടെ ടോപ്പ് സിംഗറിലെ മിടുക്കനായ ഒരു ഗായകനെ പരാമർശിക്കുന്നുണ്ട്, ഒരു കുഞ്ഞു കുട്ടിയാണ്, ആ കുട്ടിയെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഇവരുടെ ഒരു മനോനിലയ്ക്ക് തന്നെ എന്തോ പ്രശ്നമുണ്ട് എന്ന് വേണം നമ്മൾ അതിലൂടെ വായിച്ചെടുക്കാനെന്നാണ് പൊതുസമൂഹം അതിനടിയിൽ കമൻ്റായി രേഖപ്പെടുത്തുന്നത്. സത്യഭാമമാർ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഒരുപാട് അധികം ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ സംഭവങ്ങൾ. എന്തായാലും സന്നിധാനന്ദന് വ്യക്തിപരമായി ഇതിൽ ഒരുപാട് വേദന അനുഭവപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചിത്രത്തോടൊപ്പമാണ് ഈ പോസ്റ്റ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വലിയ ഞെട്ടലായിരുന്നു തനിക്കത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഭാര്യയ്ക്ക് തന്നെയാണ് ആദ്യം ഒരാൾ ഇത് അയച്ചു കൊടുത്തത്. തുടർന്ന് ഭാര്യ വലിയ വിഷമത്തിൽ തന്നോട് പറയുകയും താനത് കണ്ടപ്പോൾ വിഷമം തോന്നുകയും പിന്നീട് അത് ഒരുപാട് ആളുകൾ കാണണമെന്ന് തോന്നിയതുകൊണ്ട് താനത് ഷെയർ ചെയ്യുകയായിരുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നലെ പാലക്കാട്ട് ഒരു പൊതുവേദിയിൽ വെച്ചാണ് സന്നിധാനത്തിനെ ഞാൻ കണ്ടത്, നമ്മൾ സംസാരിച്ചത്. ആ വേദിയിലൊക്കെ അദ്ദേഹത്തെ ആളുകൾ ഏറ്റെടുക്കുകയും ആ പരിപാടി ഒരു വലിയ വിജയമായി മാറുകയും ഒക്കെ ആയിരുന്നു. അവിടെ എന്തെങ്കിലും വേർതിരിവുകൾ ആളുകൾ കണ്ടിട്ടില്ല. സന്നിധാനൻ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ജീവിതം ആരംഭിച്ചത് മുതൽ ഇത്തരത്തിലുള്ള ഒരുപാട് മാറ്റി നിർത്തലുകളും ഒക്കെ പരിഹാസവും ഒക്കെ നേരിട്ടിട്ടുണ്ട്. തനിക്കത് നേരിടാൻ കഴിയും, പക്ഷെ മറ്റുള്ളവരുടെ അവസ്ഥ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ, അപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ മനോനിലയെങ്കിലും അവരുടെ മാനസിക നില എങ്ങനെയാണ്, ഏത് തരത്തിലാണ് അവരതിനെ എടുക്കുക എന്നുള്ളതെങ്കിലും പരിശോധിക്കണം. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളുമായി മുന്നോട്ട് പോകരുത്. ഇതിൽ നിന്ന് ആളുകൾ മാറി നിൽക്കണം. താടിയും മീശയും ഒക്കെ വളർത്തുക എന്നുള്ളത്, മുടിയും ഒക്കെ വളർത്തുക എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള അവകാശവും അധികാരവുമാണ്. അത് അനുവദിച്ചു കൊടുക്കാൻ ഇനിയെങ്കിലും തയ്യാറാകണം എന്നുള്ളൊരു അപേക്ഷയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ ഈ അധിക്ഷേപ പരാമർശത്തിനെതിരെ പരാതിയൊന്നും നൽകുന്ന കാര്യം സന്നിധാനത്ത് ആലോചിച്ചിട്ടില്ല. പക്ഷേ കൂടുതൽ ഒരുപക്ഷെ താനുമായി അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ബന്ധപ്പെട്ട് പരാതി നൽകണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അത് നൽകുമെന്ന് തന്നെയാണ് സന്നിധാനന്ദൻ നമ്മളോട് പറഞ്ഞത്. ശരി, നിഖിൽ പ്രമേശാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇത്തരം പരാമർശങ്ങളെ ഇഗ്നോർ ചെയ്യണം, അവഗണിക്കണം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അവനവന് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ വേദന എത്രയാണെന്ന് മനസ്സിലാവുക. ഇത്തരത്തിലൊരു പരാമർശം തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരാമർശം വേണ്ടായിരുന്നു, അത് ചെയ്യരുതായിരുന്നു. സന്നിധാനന്ദൻ്റെ ഒരു സങ്കടമൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ മനുഷ്യരെ വേദനിപ്പിക്കുന്നത്?